അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വരുന്ന കേട്ടറ്റിന് അറബിക് പെഡഗോഗിയിൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി ഇക്ര ഓൺലൈൻ സ്റ്റഡി സെൻറ്റർ നടത്തുന്ന 8ാമത്തെ മോക്ക് ടെസ്റ്റാണിത്. ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ കേൾക്കുന്ന സമയത്ത് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസർ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുകയും അവസാനം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. മീസത്തു അൽ ഖത്തിൽ ജയ്യിദുൽ ഹസൻ, ഒരു നല്ല ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സവിശേഷത എന്താണ്? ഏതൊരു കേട്ടിട്ട് ചോദ്യപേപ്പർ എടുത്തു നോക്കിയാലും കാണുന്നൊരു ചോദ്യമാണിത്. നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം. അൽ കിബറു ബൈന ഹജിമിൽ ഹുറൂഫ്, ഹറഫുകൾക്കിടയിൽ എന്ത് ചെയ്യുക, വലിയ അക്ഷരം ചെറിയ അക്ഷരം ഇതുപോലെ ഒരു ഡിസോർഡർ ആയിട്ട് എന്ത് ചെയ്യുക, ചിലതൊക്കെ വലുതായിരിക്കും ചിലതൊക്കെ ചെറുതായിരിക്കും, അതിനൊരു തർത്തീവും ക്രമമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പാലിക്കാതെ ഹറഫുകളുടെ ഹജ്മിൽ എന്ത് ചെയ്യുക, വലിപ്പം വലിയ വലിയ ഹറഫുകൾ കടന്നു വരിക ഹറഫുകൾക്കിടയിൽ. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അത്തനാസുക്കു ബൈന ഹജ്മിൽ ഹുറൂഫ്, ഹറഫുകളുടെ വലിപ്പത്തിൽ നല്ലൊരു കോറോ നല്ലൊരു യോജിപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓരോ ഹറഫും എങ്ങനെയാണ് വരേണ്ടത് അതേപോലെ തന്നെ അതിൻ്റെ വലിപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക വരിക, അതിലൊരു തനാസുക്ക് ഒരു യോജിപ്പുണ്ടാവുക. ഓപ്ഷൻ സി അത്തഫാവുത്ത് ഫി ഹജ്മിൽ ഹുറൂഫ്, നേരത്തെ പറഞ്ഞ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞ പോലെ തന്നെ തഫാവുത്ത് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവുക, വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ഹറഫുകളുടെ വലിപ്പത്തിൽ എന്ത് ചെയ്യുക വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഓപ്ഷൻ ഡി അസിഗറു ഫി ഹജ്മിൽ ഹുറൂഫ്, ഹറഫുകളുടെ വലിപ്പം എന്ത് ചെയ്യുക ചെറുത് സിഗർ ചെറുതാകുക, ഹറഫുകളൊക്കെ ചെറിയ ലെറ്ററിൽ എഴുതുക, ആർക്കും വായിക്കാനൊന്നും പറ്റാത്ത രൂപത്തിൽ വളരെ ചെറുതാക്കി എഴുതുക. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഈ ഒരു ഓപ്ഷൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അത്തനാസുക് ബൈന ഹജ്മിൽ ഹുറൂഫ്, ഹറഫുകൾക്കിടയിൽ എന്ത് ചെയ്യുക നല്ല ഒരു യോജിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അൽ കലിമത്തുൽ മുആദല അന്നളിരിയ അൽ ബന്നായിയ അൽ ഇജ്തിമാഇയ, അന്നളിരിയത്തുൽ ബന്നായിയ അൽ ഇജ്തിമാഇയ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ടേംസുകൾ നമ്മോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷും അതുപോലെ തന്നെ അറബിയും നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായി മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലേ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അതാണ് അന്നളിരിയത്തുൽ ബന്നായിയ അൽ ഇജ്തിമാഇയ എന്നുള്ളത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബന്നായിയ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. എന്താണ് ബന്നായിയ? നിർമ്മാണം. അപ്പോൾ കുട്ടികൾ തന്നെ സ്വയം അറിവുകൾ എന്ത് ചെയ്യാണ് നിർമ്മിച്ചു കൊണ്ട് അവരിങ്ങനെ പുരോഗതിയിലേക്ക് വരികയാണ്. അധ്യാപകർ വെറും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അവർക്ക് എന്താണ് പിന്തുണ നൽകുന്ന ഒരാൾ മാത്രമാണ്. അതല്ലാതെ അധ്യാപകൻ അറിവുകൾ ഇൻജെക്റ്റ് ചെയ്യല്ല, മറിച്ച് അധ്യാപകൻ എന്ത് ചെയ്യും, അവർ ഹെൽപ്പ് ചെയ്യും. കുട്ടികളാണ് അറിവുകൾ എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം കിട്ടിയാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. തഖലീദ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ, തക്റാർ റിപ്പീറ്റേഷൻ, ഉൻസുറാനി മുഹിമ്മാനി ഫിന്നളിരിയ, ഒരു വിദ്യാഭ്യാസ സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് തഖ്ലീദും അതുപോലെ തന്നെ തക്റാറും, ഇമിറ്റേഷനും റിപ്പീറ്റേഷനും. ഇതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ അൽ ബന്നായിയ, ഓപ്ഷൻ ബി സുലൂക്കിയ, ഓപ്ഷൻ സി ഗസ്റ്റാൾട്ടിയ എന്ന് പറഞ്ഞാൽ ഗസ്റ്റാൾട്ട് തിയറി, ഓപ്ഷൻ ഡി ജമീഉ മാ ദുക്കിറ. ഇതിൽ നമുക്കറിയാം പിന്നെ നായക്ക് ഇറച്ചി കൊടുത്തതും അതുപോലെ തന്നെ പിന്നെ പൂച്ച, പ്രാവ് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയത്. അവിടെയൊക്കെയാണ് എന്ത് ചെയ്യണത് ഇമിറ്റേഷനും അതുപോലെ തന്നെ റിപ്പീറ്റേഷനൊക്കെ വരുന്നത്. അതൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അതൊക്കെ സുലൂക്കിയാണ് അല്ലേ, ബിഹേവിയറിസം, വ്യവഹാരവാദം. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സുലൂക്കിയ എന്നുള്ളതാണ്. ഇഖ്തർ അസ്സഹീഹ് അൻ മഹാറാത്തി
ത്വർഹുൽ അസ്ഇല. ത്വർഹുൽ അസ്ഇല എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി ബന്ധപ്പെട്ട് ചില സ്കില്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശരിയായത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. നമുക്ക് ഓപ്ഷനുകൾ വായിച്ച് നോക്കാം. ഓപ്ഷൻ എ, വക്തൻ ഖലീലൻ ഫഖത്ത് ലി തഫ്കീർ. ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ചിന്തിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം കൊടുക്കുക. ഓപ്ഷൻ ബി, തൗജീഹു സുആൽ ഇല തുല്ലാബി ബി തസൽസുൽ. കുട്ടികളോട് ചോദ്യങ്ങൾ ക്രമത്തിൽ ചോദിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചിന്മേൽ തുടക്കത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, അടുത്ത കുട്ടി ആ ക്രമത്തിൽ എന്ത് ചെയ്യുക, ഒരു സീരിയൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഓപ്ഷൻ സി, അൽഉൽമു ഫി തൗസീഇൽ അസ്ഇല. ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിക്രമം കാണിക്കുക. ചില കുട്ടികളോട് കടുകട്ടി ചോദ്യങ്ങൾ ചോദിക്കുക, ചില കുട്ടികളോട് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്യുക, ചില കുട്ടികളോട് അതിക്രമം കാണിക്കുക. ഓപ്ഷൻ ഡി, തൗജീഹു സുആൽ ലി ജമീഇ തുല്ലാബ്. മുഴുവൻ കുട്ടികൾക്ക് മുമ്പിൽ എന്ത് ചെയ്യുക, ചോദ്യം എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒരുമിച്ചതിന് ആൻസർ പറയുക. ഇതിൽ ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെയും ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തുവാൻ നമ്മൾ വിദ്യാർത്ഥികളായാൽ മതി. എങ്ങനെ നമ്മൾ വിദ്യാർത്ഥികളാകും? അപ്പോൾ നമ്മൾ വിദ്യാർത്ഥിയാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതിനോടായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം? ഒന്നാമത്തേത്, ചോദ്യം ചോദിക്കുന്നു, നമുക്കത് ചിന്തിക്കാൻ പോലും സമയം തരുന്നില്ല. അങ്ങനെയാണ് നമ്മോട് ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് താല്പര്യമുണ്ടാകുമോ? ഇല്ല. രണ്ടാമത്തേത്, ക്രമത്തിൽ ചോദിച്ചു പോവുക. ഒന്നാം ബെഞ്ചുമ്മത്തെ കുട്ടിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ആ കുട്ടി ആൻസർ പറഞ്ഞു, നേരെ അടുത്ത കുട്ടിനോട് ചോദിക്കുമ്പോൾ ചില കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ടെൻഷനായിരിക്കും. എന്നോട് ഇനി അടുത്ത് ചോദിക്കും, ഞാൻ ഏത് ചോദ്യമായിരിക്കും വരിക, എങ്ങനെ അതിന് ആൻസർ പറയാമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അതും ഒരു നല്ലതല്ല. ഓപ്ഷൻ സി, അൽഉൽമു ഫി തൗസീഇൽ അസ്ഇല. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടികളോട് എന്ത് ചെയ്യുക, അതിക്രമം കാണിക്കുക. ഇതും എന്തല്ല, ശരിയല്ല. ഇതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താണ്, അധ്യാപകനൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മളെല്ലാവരും ഉത്തരം പറയുന്നു. അപ്പോൾ അതിൽ എന്താ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഉത്തരങ്ങൾ ഒരുമിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും നല്ല സ്കില്ലായിക്കൊണ്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷന് ഡി ആണ്. ഇഖ്തർ അത്തഖുമുൽ ഖാത്തി. തെറ്റായിട്ടുള്ള ജോഡി എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഇവിടെ ചില ടേംസും അതിൻ്റെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് തെറ്റായിട്ടുള്ള ജോഡിയാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. നമുക്ക് ഓരോ ഓപ്ഷന് വായിച്ച് നോക്കാം. അത്തഅല്ലുമു തശാറുക്കി എന്ന് പറഞ്ഞ് കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി, അന്നളിരിയത്ത് സുലൂക്കിയ, ബിഹേവിയറിസം. ഓപ്ഷൻ സി, അന്നളിരിയത്തുൽ ബന്നാഇയ അൽ ഇജ്തിമാഇയ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ ഡി, അൽ ഫുറൂഖുൽ ഫർദിയ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇതിൽ ഓപ്ഷൻ ഡി, അൽ ഫുറൂഖുൽ ഫർദിയ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് തന്നെയാണ്, അത് ശരിയാണ്. ഓപ്ഷൻ സി, അന്നളിരിയത്തുൽ ബന്നാഇയ അൽ ഇജ്തിമാഇയ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് വീണ്ടും വേറെ ചോദ്യമായി വന്നു, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ ബി, അന്നളിരിയത്ത് സുലൂക്കിയ, അത് നമ്മുടെ ചോദ്യഭാഗത്ത് നേരത്തെ വന്നു പോയതാണ്, ബിഹേവിയറിസം. അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. അത്തഅല്ലുമു തശാറുക്കി എന്ന് പറഞ്ഞാൽ, തശാറുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, പിന്നെ പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് എന്നാണ് അത്തഅല്ലുമു തശാറുക്കി എന്ന് ഇതിന് പറയുക. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്നാണ്. കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളതിന് എന്താണ്, അത്തഅല്ലുമു തആവുനി എന്നാണ് പറയുക. അത്തഅല്ലുമു തആവുനിയാണ് കോഓപ്പറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ കൊളോബറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയും. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡർ ആയിട്ടൊക്കെ എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത് ഓപ്ഷൻ എ, അത്തഅല്ലുമു തശാറുക്കി എന്നുള്ളതാണ്. മിൻ അസ്ഹാബി അന്നളിരിയത്തി സുലൂക്കിയ. നളിരിയത്ത് സുലൂക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഹേവിയറിസം, ചേഷ്ടാവാദം എന്ന് പറയാം. ബിഹേവിയറിസത്തിൻ്റെ അസ്ഹാബിങ്ങളിൽ പെട്ടത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഗുട്ടൻബർഗ്.
ഓപ്ഷൻ ബി പാവ്ലോ, ഓപ്ഷൻ സി അരിസ്റ്റോ, ഓപ്ഷൻ ഡി മൗലാന മുഹമ്മദ് അലി. ഈ ഓപ്ഷൻ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ 3 ഓപ്ഷനുകളും ജസ്റ്റ് ഒരു ഓപ്ഷന് വേണ്ടി അവർ കൊടുത്തതാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ബിഹേവിയറിസത്തിൻ്റെ ആളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി പാവ്ലോ ആണ്. ഓക്കെ, ബിഹേവിയറിസത്തിൻ്റെ ആളുകളെക്കുറിച്ചല്ല, നമ്മൾ ആരെല്ലാമാണ് ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ആളുകൾ എന്ന് മനസ്സിലാക്കി വെച്ചെങ്കിലേ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം ടോണ്ടേക്ക്, ജോൺ വാട്സൺ, പാവ്ലോ, സ്കിന്നർ, തോർമാൻ, ഇവരെല്ലാം തന്നെ ബിഹേവിയറിസത്തിൻ്റെ ആളുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അയ്യു വാഹിദി മിനൽ ആത്തിയ യഅതി ഫി ത്വരീഖത്തി തർജുമ ഫി തജ്രീസിൽ ലുഗത്തിൽ അറബിയ. എന്താണ് ത്വരീഖത്തു തർജുമ? ട്രാൻസ്ലേഷൻ മെത്തേഡ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിൽ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ വരുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ട്രാൻസ്ലേഷൻ മെത്തേഡുമായി യോജിച്ച് വരുന്നത് ഏതാണ് എന്നാണ് നാം കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ തുഖദ്ദിമു ദുറൂസ് ബി അൽഫാലിൻ സഹില ഫിൽ അറബിയ. ബി അൽഫാലിൻ സഹില, ഈസി പദങ്ങൾ അല്ലേ? അപ്പോൾ അറബി ഭാഷയിലെ ഈസിയായ പദങ്ങൾ പറഞ്ഞു കൊടുത്ത് പാഠം അവതരിപ്പിക്കുക. ഏത് ഭാഷയിൽ? അറബിയിൽ തന്നെ അല്ലേ? തുഖദ്ദിമു ദുറൂസ് ബി അൽഫാലിൻ സഹില ഫിൽ അറബിയ. അപ്പോൾ അറബി ഭാഷയിലെ ഈസി ആയിട്ടുള്ള പദങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പാഠഭാഗം അവതരിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഹസ്സു തുല്ലാബ് അലൽ ഖിറാഅത്തിൽ ഹുറ. ഹസ്സു തുല്ലാബ്, കുട്ടികളെ പ്രേരിപ്പിക്കുക. അല ഖിറാഅത്തിൽ ഹുറ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വായിക്കാൻ, എക്സ്റ്റെൻസീവായി റീഡ് ചെയ്യാൻ കുട്ടികൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ സി ബയാൻ മുഷ്കിലത്തു ദർസ് വഹല്ലിഹ. പാഠഭാഗത്തെ പ്രോബ്ലങ്ങൾ വ്യക്തമാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുക. പാഠഭാഗത്ത് വരുന്ന പ്രോബ്ലംസിനെ വ്യക്തമാക്കി കൊടുക്കുക, അത് അവർക്ക് എന്ത് ചെയ്യുക? അതിനുള്ള പരിഹാരം നൽകുകയും ചെയ്യുക. ഓപ്ഷൻ ഡി തുഖദ്ദിമു ദുറൂസ് ബിൽ ലുഗത്തിൽ ഉമ്മ് മഅ ഇസ്തിമാലിൻ ഖലീലിൻ ലിൽ ലുഗത്തിൽ ഹദഫ്. തുഖദ്ദിമു ദുറൂസ്, പാഠം അവതരിപ്പിക്കുന്നു ബി ലുഗത്തിൽ ഉമ്മി, മാതൃഭാഷയിൽ, മഅ ഇസ്തിമാലി ഖലീലിൻ ലി ലുഗത്തിൽ ഹദഫ്, നാം ലക്ഷ്യമാക്കുന്ന ഭാഷ കുറച്ച് മാത്രം ഉപയോഗിക്കുക. നമ്മൾ ലക്ഷ്യമാക്കുന്ന ഭാഷ ഏതാണ്? അറബി ഭാഷയാണ്. അപ്പോൾ അറബി ഭാഷ വളരെ കുറച്ച് ഉപയോഗിച്ച് കൊണ്ട് മാതൃഭാഷയിൽ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുക. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ട്രാൻസ്ലേഷൻ മെത്തേഡുമായിട്ട് യോജിച്ച് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മാതൃഭാഷയിൽ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുകയും നാം ലക്ഷ്യമാക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള പ്രയോഗങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യുക. ഇതാണ് ഇവിടെ ട്രാൻസ്ലേഷൻ മെത്തേഡിന് ഉദാഹരണമായി പറയാവുന്ന ഓപ്ഷൻ. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഹുവൽ ഖുദ്റത്തു അല തൗളീഫിൽ മഹാറാത്തിൽ ലഫ്ലിയ വല്ലുഗവിയ വസ്സൗതിയ വമഹാറാത്തിൽ ഫസാഹ ലിത്തവാസുലി മഅൽ ആഖരീൻ സവാഅൻ അലാ മുസ്തവൽ ഇസ്തിആബ് ഔ തഅബീർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹുവൽ ഖുദ്റ, ഇതൊരു സ്കില്ലാണ്. നമ്മുടെ ഭാഷാ സ്കില്ലുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചതിൻ്റെ ഒരു താരീഫാണ്, ഒന്നിൻ്റെ താരീഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹുവൽ ഖുദ്റ, അതൊരു സ്കില്ലാണ്. എന്തിന്? അലാ തൗലീഫി അൽ മഹാറാത്തിൽ ലഫ്ലിയ, നമുക്ക് വെർബലായിട്ടുള്ള സ്കില്ല് കരസ്ഥമാക്കാൻ, വല്ലുഗവിയ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ല് കരസ്ഥമാക്കാൻ, വസൗതിയ, വോക്കലായിട്ടുള്ള അതായത് ശബ്ദപരമായിട്ടുള്ള സ്കില്ല് കരസ്ഥമാക്കുവാൻ, വമഹാറാത്തിൽ ഫസാഹ ലിത്തവാസുലി മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായി കൊണ്ട് നല്ല വാക്ക് ചാതുര്യത്തോടുകൂടെ സംസാരിക്കാനുള്ള സ്കില്ല്, ഇതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സ്കില്ലാണ് ഇത്.
സവാഅൻ അലാ മുസ്തവൽ ഇസ്തിആബ് ഔ തഅബീർ. അത് കോംപ്രിഹെൻസീവ് രൂപത്തിലാവട്ടെ അല്ലെങ്കിൽ എക്സ്പ്രഷൻ രൂപത്തിലാവട്ടെ, എങ്ങനെയാണെങ്കിലും ഇത്തരം സ്കില്ലുകൾ നേടിയെടുക്കാനുള്ള ഒരു സ്കില്ലിന് പറയുന്ന പേരാണ് ഇത്. ഏത് സ്കില്ലുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ അൽ ഇസ്തിമാ, ഓപ്ഷൻ ബി അൽ ഖിറാഅ, ഓപ്ഷൻ സി അൽ തഹദുസ്, ഓപ്ഷൻ ഡി അൽ കിതാബ. ഏതാണ് കറക്റ്റ് ആൻസർ? ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ പറ്റും. കാരണം ഇവിടെ എന്താണ്? പദപരമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള, ശബ്ദപരമായിട്ടുള്ള, അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല വാക്ക് ചാതുര്യത്തോടു കൂടെ സംസാരിക്കാനൊക്കെയുള്ള സ്കില്ല്. ആ സ്കില്ലിന് പറയുന്ന പേരാണ് സ്പീക്കിംഗ്, അല്ലേ? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസ മിൻ അഗ്റാദി അദ്ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ അറബി ഭാഷ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അൽ മഖ്ദറത്തു അല തദവുക്കി അൽ അദബിൽ അറബി. അറബി സാഹിത്യത്തെ നല്ലതുപോലെ ആസ്വദിക്കാനുള്ള സ്കില്ലുണ്ടാക്കിയെടുക്കുക. അത് അറബി ഭാഷ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലക്ഷ്യത്തിൽ പെട്ടതാണ്, അല്ലേ? ഓപ്ഷൻ എ എന്താണ്? അതിൻ്റെ ലക്ഷ്യത്തിൽ വരുന്നതാണ്. ഓപ്ഷൻ ബി അൽ മഖ്ദറത്തു അല ഫഹമി ലുഗത്തിൽ ഉമ്മ്. മാതൃഭാഷ മനസ്സിലാക്കാനുള്ള സ്കിൽ ഉണ്ടായിരിക്കുക. ഓപ്ഷൻ സി അൽ ഖുദ്റത്തു അല മഹാറാത്തിൽ അർബഅ. 4 സ്കിൽസിന് എന്ത് ചെയ്യുക? കരസ്ഥമാക്കുക. ഓപ്ഷൻ ഡി തർഗീബുദ്ദാരിസീന ഫിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷ കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടതാക്കുക, അല്ലെങ്കിൽ അതിലേക്ക് അവരെന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലേ? അൽ മഖ്ദറ അല ഫഹ്മിൽ ലുഗത്തിൽ ഉമ്മ്. മാതൃഭാഷ മനസ്സിലാക്കാനുള്ള സ്കില്ല് ഉണ്ടാകുക എന്നുള്ളത് അറബി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം വരുന്ന സമയത്ത് അതിനുത്തരം എഴുതണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അഗ്റാദു ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിലാദ്യമായിട്ട് വരുന്നത് മഹാറത്തുൽ അർബഅ, 4 സ്കില്ലുകൾ എന്ത് ചെയ്യുക? കരസ്ഥമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 4 സ്കില്ലുകൾ എന്ന് പറയുന്നത് LSRW, അൽ ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅ, കിതാബ. ഈ 4 സ്കില്ലുകൾ എന്ത് ചെയ്യുക? കരസ്ഥമാക്കുക. അതുപോലെ കഫാഅത്തു ജംഉൽ മഅലൂമാത്തി ഫിൽ അറബിയ, അറബിയിൽ ഇൻഫർമേഷൻസ് എല്ലാം കലക്ട് ചെയ്യാൻ സാധിക്കുക. അറബിയിൽ ഇൻഫർമേഷനുകളെല്ലാം കലക്ട് ചെയ്യുവാൻ സാധിക്കുക. അടുത്തത് അൽ മഖ്ദറ അല തദവുക്കിൽ അദബിൽ അറബി. ഇത് നമ്മുടെ ഓപ്ഷനിൽ വന്നതായിരുന്നു. അറബി സാഹിത്യം നല്ലതുപോലെ ആസ്വദിക്കുവാൻ സാധിക്കുക. അടുത്തത് അൽ അമാലുൽ ഇബ്ദാഇയ ഫിൽ അറബിയ, അറബിയിൽ ക്രിയേറ്റീവായ വർക്കുകൾ ചെയ്യാൻ സാധിക്കുക. അറബിയിൽ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കുക. അടുത്തത് മലക്കത്തു തർജുമ, ട്രാൻസ്ലേഷൻ സ്കില്ലുണ്ടാവുക, ട്രാൻസ്ലേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. അടുത്തത് തർഗീബുദ്ദാരിസീന ഫിൽ അറബിയ, ഇത് നമ്മുടെ ഓപ്ഷനിൽ വന്നതായിരുന്നു. അറബി ഭാഷയോട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക? താല്പര്യം ഉണ്ടാക്കുക. അറബി ഭാഷയോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുക. അതേപോലെ തന്നെ മാരിഫത്തു തുറാസി സക്കാഫി ഫിൽ അറബിയ, അറബി സാഹിത്യത്തിൻ്റെ പൈതൃകം മനസ്സിലാക്കുക. അറബി സാഹിത്യത്തിൻ്റെ പൈതൃകം മനസ്സിലാക്കുക. അടുത്തത് ഇസ്തിഹ്സാൻ അൽ അമാലുൽ അദബിയ അൽ അറബിയ, അറബി സാഹിത്യ വർക്കുകൾ നന്നാക്കുവാൻ സാധിക്കുക. അറബി സാഹിത്യ വർക്കുകളൊക്കെ എന്ത് ചെയ്യുക? നന്നാക്കുവാൻ സാധിക്കുക. അടുത്തത് തസ്ലീഹുദ്ദാരിസീന ബിൽ മഹാറാത്തിൽ ലുഗവിയ ഫി മജാലാത്തിൽ അമാൽ, ലാംഗ്വേജ് സ്കില്ലുകളെ പ്രൊഫഷണൽ മേഖലയിൽ ഒരു ഉപകരണമാക്കാൻ സാധിക്കുക. ലാംഗ്വേജ് സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യാം? കുട്ടികളുടെ പ്രൊഫഷണൽ മേഖലയിൽ അവർക്കതൊരു നല്ലൊരു സ്കില്ലാക്കി മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുക? സാധിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്?
അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു എക്സാം വരികയാണെങ്കിൽ ഇതിൽ മറ്റു ചില കാര്യങ്ങളായിരിക്കും ഓപ്ഷനുകളായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ലിമാദ തുസ്തഖ്ദിമു വറക്കത്തുൽ അമൽ ഫിദ്ദിറാസ. എന്തിനാണ് വറക്കത്തുൽ അമൽ പഠന പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്? എന്താണ് ഈ വറക്കത്തുൽ അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വറക്കത്തുൽ അമൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഷീറ്റ്. വർക്ക് ഷീറ്റുകൾ പഠന പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ എ, ലിൽ അൻഷിദത്തി ദിറാസിയ, ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ. ഓപ്ഷൻ ബി, ലി തസ്ജീലിൽ അർക്കാം, മാർക്ക് റെക്കോർഡ് ചെയ്യാൻ. ഓപ്ഷൻ സി, ലി തസ്ജീലി അൽ ഹിദായി ഫിൽ മദ്രസ, സ്കൂളിലെ മീൽ സിസ്റ്റം റെക്കോർഡ് ചെയ്യാൻ, സ്കൂളിലെ ഉച്ചക്കഞ്ഞി പോലെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ. ഓപ്ഷൻ ഡി, ലി തദ്വീനി അസ്മാഇ ദാരിസീനൽ മുത്തഫവ്വിഖീൻ, മുത്തഫവ്വിഖീനായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വിദ്യാർത്ഥികൾ അല്ലേ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വിദ്യാർത്ഥികളുടെ പേരുകൾ ക്രോഡീകരിക്കാൻ. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ പഠനത്തിൽ വർക്ക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ലിൽ അൻഷിദത്തി ദിറാസിയ, ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാനാണ് വർക്ക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്.